പോസ് കൊടുത്തോണ്ട് നിൽക്കുന്ന? എന്റെ സ്റ്റൈൽ കാണിച്ച എന്ത്? അങ്കിൾ, നിങ്ങൾ നന്നായി മാജിക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. മാന്ത്രിക കല്ലിന് ഒരു പ്രാധാന്യവും ഇല്ല. ഷിൻഡു ഇപ്പൊ വളരെ ദുഷ്ടിയായിരിക്കുകയാണ്. മാന്ത്രിക കല്ലിനേക്കാൾ വലിയ കാര്യമാണ് അവൾ അന്വേഷിക്കുന്നത്. അപ്പോ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ലൈബ്രറിയിൽ നിന്ന് ആരാണ് ആ പുസ്തകം കട്ടുകൊണ്ട് പോയതെന്ന് അറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. അല്ല, ഏത് പുസ്തകമാണ് മോഷ്ടിക്കപ്പെട്ടത്? അതാണ് ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ആനക്കുട്ടി, എല്ലാ ബുക്സിലും മന്ത്രങ്ങളുണ്ടോ? എന്റെ പുസ്തകം താൻ തൊട്ടുപോകരുത്. ഈ പ്രശ്നം നമ്മൾ വിചാരിച്ചതിലും രൂക്ഷമാണ്. ആ ഡ്രാഗൺ വീണ്ടും വന്നിട്ടുണ്ട്. അതെ, അതിനടുത്താണ് മാന്ത്രിക കല്ലുള്ളത്. എന്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ കൊണ്ട് മാത്രം അവരെ തടയാൻ പറ്റില്ല ജൂലി. ജാക്കി, വാഷിംഗ്ടണിലുള്ള ഓഫീസേഴ്സിനോട് ഞാൻ ഇപ്പോഴാണ് സംസാരിച്ചത്. അവർ ഇനിയും കുറെ പേരെ അയക്കുന്നുണ്ടോ? ഇല്ല, ഈ ജോലിയെല്ലാം എത്രയും വേഗം സെക്ഷൻ 12ലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷവും നമ്മൾ ആ ചുമതല ഏൽക്കേണ്ടതാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ അങ്ങനെ വിടാൻ പാടില്ല. വാൾട്ടർ ഈ രാജ്യം വിട്ടുപോയതായി എനിക്ക് രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെയാ? അവരെന്റെ അധികാരം പിടിച്ചെടുത്താലും എനിക്ക് നീയുണ്ടല്ലോ. എനിക്ക് പോയേ പറ്റൂ ജൂലി. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്കിളിന് ബുദ്ധിയുണ്ട്, പക്ഷെ ബലമില്ലല്ലോ. നിങ്ങളുടെ കൂടെ ആരയക്കേണ്ടത് എനിക്കറിയാം. ആരെയാ വേണ്ടത്? എൽഡോറ, എന്താ? നിങ്ങൾക്കാണ് ഫോൺ. ജൂലി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഷിൻഡുവിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ എനിക്ക് നഷ്ടപ്പെട്ട ആ പുസ്തകം കിട്ടിയേ മതിയാകൂ. അയ്യോ, ഇതാരാ ഈ സമയത്ത്? ഇന്ന് കട തുറക്കില്ല, പോയിട്ട് പിന്നീട് വരൂ. ഞാൻ കസ്റ്റമർ ഒന്നുമല്ല. ജാക്കി, വീണ്ടും ആ കള്ളം വന്നിരിക്കുന്നു. പേടിക്കണ്ട അങ്കിൾ, അവനൊരു കള്ളനൊന്നുമല്ല. അവൻ ആരാണെന്ന് ഞാൻ... വിവരമില്ലാത്ത കഴുതേ, ഇവൻ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് എന്തിനാ? അല്ലല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. എൽഡോറ ഒരിക്കലും മുഖംമൂടി അഴിക്കാറില്ല. നീ ആ ഡാർക്കൻ കൂട്ടത്തിന്റെ ആളല്ലേ? ജാക്കി, മാത്രം പിടിക്ക്. ഓണക്കാട്ടിൽ ആന കടന്ന പോലെ ആയിരുന്നു. വളരെ നന്ദി. നന്ദി പ്രതീക്ഷിച്ച് ഞാൻ ആരെയും സഹായിക്കാറില്ല. ആരാണ് ഇയാള്? കള്ളി. നിന്നെ പോലുള്ള കള്ളികൾക്കൊന്നും ഇവിടെ... മണ്ട, സുന്ദരിയായ പെണ്ണെങ്ങനെയാ കള്ളിയാവുന്നത്? മുഖം മൂടിയിട്ട് അവനെ ആദ്യം നീ പിടിക്ക്. ഭീമ ഇപ്പൊ നമ്മുടെ സൈഡിലാ. ഭീമൻ ഇപ്പൊ നമ്മുടെ സൈഡിലാ. അതെ, എൽഡോറോ. സോറി. നിങ്ങൾ വന്നതിന് വളരെ നന്ദി. നിന്നാരാ വിളിച്ചത്? ഞാൻ എൽഡോറയുടെ ശിഷ്യനാ. അങ്ങേരുള്ളിടത്ത് ഞാൻ ഉണ്ടാവും. പക്ഷെ ജാക്കി ശത്രുക്കളെ ഇരിക്കുമ്പോ നീ ചിരിക്കരുത്. എപ്പോഴും എൽഡോറ ശത്രുക്കളെ പന്ത് തട്ടുന്ന പോലെ തട്ടും. എൽഡോറോ, എൽഡോറോ, എൽഡോറോ. ജൂലി, ഇവരെന്തിനാ വന്നിരിക്കുന്നത്? നമ്മളുടെ ടീമിൽ ജോയിൻ ചെയ്യാനാ ജാക്കി. സൂപ്പർ ടീം, എല്ലാം നേടിയെടുക്കും. നമ്മളാണ് ഫാന്റാസ്റ്റിക് 5. ഫാന്റാസ്റ്റിക്കോ? 5 പേര് ജാക്കി, നമ്മൾ 2 പേര്. മൂന്നാമത്തെ വൈപ്പർ.
ഇതാണ് സൂപ്പർ ടീമിന്റെ 5ാമത്തെ ആൾ. പക്ഷെ 5ാമത്തെ സ്ഥാനത്ത് ഞാൻ വേറെയാളെ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും വരാം. നിങ്ങളെ എല്ലാരും ജൂലി ശല്യപ്പെടുന്നതിന് ക്ഷമിക്കണം. ആവശ്യമില്ലാത്ത കോമിക്സ് ബുക്കൊക്കെ വായിച്ചിട്ട് ജൂലി വളരെ ചീത്തയായിരിക്കുക. നിങ്ങളുടെ ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടെന്നാണോ പറയുന്നത് ജാക്കി? നിന്നെ പോലുള്ള പെരുങ്കള്ളിയുടെ സഹായം എനിക്ക് ഒരിക്കലും വേണ്ട. അതൊക്കെ പഴയ കഥയാ. ജൂലിയെ പരിചയപ്പെട്ട ശേഷം ഞാൻ ആകെ മാറി. ഞാൻ ആ പുസ്തകം ഇവിടെയാ വച്ചിരുന്നത്. അത് എന്ത് ബുക്ക് അങ്കിൾ? മുൻഗാമികളുടെ രഹസ്യങ്ങൾ അറിയാനുള്ള വഴി ആ പുസ്തകത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തേക്കായിരിക്കും അവര് പോയിരിക്കുന്നത്. ഈ മാന്ത്രിക പെട്ടി എടുത്തേ തീരൂ. എന്റെ ആഗ്രഹം പോലെ എല്ലാവരെയും വിമോചിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ക്യാപ്റ്റൻ ബ്ലാക്ക് നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. ഓക്കേ ടീം, നമുക്കൊക്കെ പോവാം. ജൂലി, ഞാൻ ഒരു ടീമിലെ അംഗമല്ല. അങ്ങനെയോ? നമ്മുടെ ടീമിന് ഞാൻ ഒരു യൂണിഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, പിന്നൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരും കട നന്നായിട്ട് നോക്കിക്കോളാം. ബാക്കിയുള്ളവരെല്ലാം മര്യാദയ്ക്ക് വെളിയിലോട്ട് പോയിക്കോ. ഇവരെല്ലാം എന്റെ ആളുകളാണ്. ഞങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കോളാം. എന്നെ എതിർത്ത് സംസാരിക്കുകയാണോ? അതെ, ഞാൻ വിടുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് എന്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്കാം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം. എന്തു പറ്റി നമ്മുടെ ബോസിന്? ഇത് ശരിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്കിൾ നിന്നെയും കടയെ നോക്കിക്കൊള്ളാനല്ലേ പറഞ്ഞത്? അതെ, കടയെയും എന്നെയും നോക്കാൻ പറഞ്ഞു. പക്ഷെ എന്നെ നോക്കാൻ നിങ്ങൾ കൂടെ വന്നിരിക്കല്ലേ. തന്നെയല്ല അങ്കിൾ, ഞങ്ങൾ എല്ലാരും വെളിയിൽ പോകാൻ പറഞ്ഞില്ലേ, അതുപോലെ ഞങ്ങളും ചെയ്തു. രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് പിന്നീട് പോകാം. പക്ഷെ ഷിൻഡു പോകുന്നതിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലണം. വിശ്രമിക്കാൻ സമയമില്ല. വയസ്സായ കാലത്ത് നീയല്ലേ എന്നെ സഹായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ശരി. ഉറങ്ങാം. വീണ്ടും എഴുന്നേൽപ്പിച്ച അതിന് പിന്നാലെ പോകേണ്ടി വരും. അതെ, അതാണ് തലയിലെഴുത്ത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് റെക്സ്. ഗുഡ് നൈറ്റ് മന്ത്രക്കല്ലേ. നീ ഇവിടെ വന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുക? മാന്ത്രികൽ എടുക്കാൻ വന്നതാ. വളരെ നന്ദി. നീ വേഗം പൊയ്ക്കോ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ആപത്താ. അതിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഏയ്, തരാനല്ലേ പറഞ്ഞത്? അത് ആപത്താ. കളിക്കല്ലേ. വാ. എന്റെ ഉറക്കം കെടുത്തിയവൻ ആരാടാ? ഇതാരാ? ശത്രുക്കളുടെ പേടി സ്വപ്നം. ഹലോ ഭീമ, എന്തൊക്കെയുണ്ട്? നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. മാന്ത്രിക കല്ലിന്റെ ശക്തി കൊണ്ട് ഇവന് സമാധി കെട്ടാം. മാന്ത്രിക കല്ല് എവിടെ? അയ്യോ, എന്റെ പാന്റ് എവിടെ? വീണ്ടും മാന്ത്രികൽ അവരുടെ കയ്യിലെത്തി. അതെയോ? കൂർക്കം വലിച്ചുറങ്ങിയത് മതി, നമുക്ക് പോവാം. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്നെ ഉറങ്ങാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഭീമ, നീ ഇവിടെ ഇരുന്ന പിന്നെ കട ആരാ നോക്കുക? അത് പിന്നെ ഭദ്രമായിരിക്കും. ഇതും മന്ത്രമാണോ? നീ കാരണം എന്താ പറ്റിയെന്ന് കണ്ടില്ലേ? ഏയ്, ഉറങ്ങുന്ന ആളുടെ മുഖത്ത് തുണിയിട്ടത് ആരാ? നിങ്ങളെ സഹായിക്കാനാ വന്നത്. നീ തനിച്ചായിരുന്നെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ആകെ പ്രശ്നമായല്ലോ.
എല്ലാ മാന്ത്രികലും എടുത്തോണ്ട് പോയി. മാന്ത്രിക കല്ല് മുഖ്യമല്ലെന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? അല്ല, മന്ത്രക്കല്ലാണ് ഏറ്റവും പ്രധാനം. മാന്ത്രിക കല്ല് പ്രധാനമല്ല. മന്ത്രക്കല്ലാണ് പ്രധാനം. പ്രധാനമല്ല. പ്രധാനം. നീ കാരണം ഈ മാന്ത്രികെല്ലാം പോയത്. പ്രധാനം. ഇവര് ചെറിയ കുട്ടികളെ പല വഴക്കിട്ടോണ്ടിരിക്കുക. ഇതൊക്കെ കാണാൻ നമുക്ക് സമയമില്ല. വാ, നമുക്ക് സെന്ററിനെ ഫോളോ ചെയ്യാം. നമുക്ക് ഇവരെ നേരിടാൻ പറ്റുമോ? മാന്ത്രിക കല്ലൊക്കെ അവരുടെ അടുത്താ. പക്ഷെ നമ്മളെ ജയിക്കാം. മാന്ത്രികല്ല് പോയത്. നിന്റെ അടുത്ത് ഞാൻ എന്തിനാണോ സംസാരിക്കുന്നത്? ഞാൻ വന്ന ജോലിക്ക് വേണ്ടിയാ. ജൂലി പാക്കോ, ഇതാ മന്ത്രപ്പെട്ടി. വേഗം അത് പോയി എടുക്ക്. എന്താ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റില്ലേ? എനിക്കത് തൊടാൻ പറ്റില്ല. അത് പരിശുദ്ധമായ മന്ത്രശക്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എടുക്കാൻ സാധിക്കുമോ സാധിക്കില്ലേ? നിങ്ങൾ സംസാരിച്ചോണ്ട് സമയം പാഴായിക്കോ. ഇവരെ വിടരുത്. ഇപ്പോഴേ കൊന്നുകളെ. വിഷമിക്കണ്ട, ജാക്കി വന്ന് നമ്മളെ രക്ഷിക്കും. അല്ല, എൽഡോറ നമ്മളെ വന്ന് രക്ഷിക്കും. ജാക്കി, എൽഡോറ, ജാക്കി, എൽഡോറോ, ജാക്കി, എൽഡോറോ, ജാക്കി. എൽഡോറോ ആണ് ഏയ്, അവിടെ നോക്ക്. നമ്മുടെ ടീം വന്നു. മര്യാദയ്ക്ക് അവരെ വിട്ടേക്ക്. ഇവർക്കൊക്കെ നല്ല പൂശ കിട്ടും. കുറച്ചു നേരം ചുറ്റിടാം. രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണം. ഇതാണോ ആ നിഗൂഢ സ്ഥലം? ഇത്രയും നേരം മറഞ്ഞിരുന്നടിച്ചു. ഇപ്പൊ കൊടുങ്കാറ്റ് പോലെ ചീറിയടിക്കുന്നത് കണ്ടോ? കൊടുങ്കാറ്റിന്റെ ദിശ മാറിപ്പോയി. എടാ കൂട്ടുകാരാ, നിന്റെ ആ മന്ത്രക്കലൊന്ന് കടം തരാമോ? ഞാനെന്താ പുല്ല് പറിച്ചോണ്ടിരിക്കാ? ആരോടാ നിന്റെ കളി മോനെ? അയ്യോ, എന്റെ കണ്ണട പോയി. ഈ പൊണ്ണത്തടി കൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ ബുദ്ധി വേണോടാ, ബുദ്ധി. ക്ഷമിക്കണം, എനിക്ക് കാത് പതുക്കെയാ. അപ്പൊ പൊട്ടനാണല്ലേ? അയ്യോ, എന്റെ മേത്ത് കൈവച്ചു അല്ലേ? ഇതുവരെ പ്രയോഗിക്കാത്ത മാന്ത്രികക്കല്ല് പ്രയോഗിക്കാൻ പോവുക. എവിടെ പോയി തൊലഞ്ഞു ആ തടി മാടൻ? ജാക്കി, വേഗം അത് എടുക്ക്. ഡിസ്റ്റർബ് ചെയ്താ ജൂലി. ശരിക്കും ഉന്നം വെക്കാൻ അറിയില്ലല്ലോ. ആദ്യമേ കണ്ണ് ടെസ്റ്റ് ചെയ്യേ. അങ്ങനെ ചെയ്യല്ലേ? മാന്ത്രികല്ല് മോഷ്ടിച്ചാൽ ഇങ്ങനെയാ ഉണ്ടാവുക. ജാക്കി, അവിടെ നോക്ക്. എന്റെ കൂടെ വാ, പാക്കോ. എന്റെ കൈ ചൊറിയുന്നു. വാടാ. ഏയ് എൽഡറോ, നിന്നേക്കാൾ ബലശാലി ഇപ്പോൾ ഞാനാണ്. അധികം സംസാരിച്ചാൽ ഞാനിത് എടുത്തോണ്ട് പോകും. അയ്യോ, ഈ പുലിച്ചിഹ്നമുള്ള കല്ല് കയ്യിലുള്ളത് വരെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ടില്ലേ? ഇപ്പൊ എന്ത് പറയുന്നു? പോടാ, അവിടുന്ന് വെളിച്ചം മറിക്കാതെ. ഇപ്പൊ എങ്ങനെയുണ്ട്?
വീണ്ടും 12 മാന്ത്രിക കല്ല് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നു. മാന്ത്രിക കല്ല് പ്രധാനമല്ല. ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാമോ? ഷിൻഡു മാത്രമല്ല ദുഷ്ടശക്തി, അവരുടെ കൂടെ വേറെ 7 ദുഷ്ടാത്മാക്കളുണ്ട്. അന്ന് ജീവിച്ചിരുന്ന എല്ലാവരെയും ഇവർ ഭയപ്പെടുത്തിയിരുന്നു. ആ ദുഷ്ടാത്മാക്കൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടായിരുന്നു. ജലം, അഗ്നി, വായു, മല, ഇടി, മിന്നൽ തുടങ്ങിയ അതിശയ ശക്തികൾ ഇവർക്കുണ്ടായിരുന്നു. ഈ ശക്തി നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ മുൻഗാമികളായി 8 അസുര ശക്തികളെയും തോൽപ്പിച്ച് അവരുടെ നിയന്ത്രണത്തിലാക്കി തീർത്തു. അതിനുശേഷം ഭയങ്കര മന്ത്രശക്തി ഉപയോഗിച്ച് ആ 8 അസുര ശക്തികളെയും ഓരോ സ്ഥലത്ത് ബന്ധിച്ച് പൂട്ടിവെച്ചു. ആ പൂട്ട് തുറക്കുന്ന ഒരു ചാവിയായി വേറൊരു ശക്തിയെ അവർ നിർമ്മിച്ചു. അതിന്റെ ഓരോ മൂലയിലും വെവ്വേറെ ശക്തികളുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ ബന്ധനത്തിൽ കഴിയുന്ന ആ ശക്തികളെ വിമോചിപ്പിക്കാനാവൂ. ആ പൂട്ടുകൾ തുറക്കുന്ന ഈ ചാവിയെ ഇതുപോലൊരു നിഗൂഢ സ്ഥലത്താണ് മുൻഗാമികൾ വച്ചിരുന്നത്. ഷിൻഡു ബാക്കിയുള്ള 7 ദുഷ്ടശക്തികളെ വിടുവിക്കുന്നതിന് മുമ്പ് നാം അത് കൈക്കലാക്കണം, അല്ലെങ്കിൽ നമുക്കത് വലിയ ആപത്തുണ്ടാക്കും. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്റ്റൻ ബ്ലാക്കിനോട് പറഞ്ഞു. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. ഇനി നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, ജൂലി പറയുന്നത് ശരിയാണ്. ഷിൻഡു ആ പ്രേതങ്ങളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് തടയണം. ഒരു കള്ളന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ കള്ളനൊന്നുമല്ല, ഇവളാണ് കള്ളി. അതൊക്കെ പണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ജാക്കിക്ക് സഹായം ആവശ്യപ്പെടുമ്പോ ജൂലി നമ്മളെ വിളിക്കും. കണ്ടോ ജൂലി, എൽഡോറയോ വലിയവൻ, അതുപോലെ ജാക്കി സമർത്ഥനാ. രണ്ടുപേരും സൂപ്പർ ഹീറോസ് ആണ്. ജാക്കി, എനിക്ക് കടയിലേക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞില്ല അങ്കിൾ, അങ്കിളുടെ കട ഭദ്രമായിരിക്കും. ഓക്കിയാ ബിയാഹുവാ, ഓക്കിയാ ബിയാഹു.